അസ്സലാമു അലൈക്കും. വളരെ അപകടകരമായ ഹെയർ സ്റ്റൈലാണ്. അത് ഏത് കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും സൂക്ഷിച്ചിട്ടില്ലെങ്കിലും അപകടങ്ങളുണ്ടാവും. എന്ത് കാര്യം അങ്ങനെയാണ്. ഒരു വർക്കിംഗ് ഡേ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷം ഒക്കെ നമുക്ക് ലീവായിരിക്കും. പക്ഷേ അതേ സമയത്ത് അതിന് മുമ്പ് ഒരു പ്രവൃത്തി ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ദിവസം നിങ്ങളവിടെ കൊണ്ടുവരിക, അതിൻ്റെ പിന്നിൽ ഒരു ഭാരിച്ച ചെലവ് ദാറുൽ ഖുർആൻ വഹിക്കുക, ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്തെന്നാൽ, നിങ്ങൾക്ക് ഈ മണ്ണിനോടും ഈ പ്രകൃതിയോടും ഈ പുഴയോടും നമ്മൾ കാണുന്ന സകല വസ്തുക്കളോടുമുള്ള നമ്മുടെ ഒരു ബന്ധത്തെ നമ്മുടെ വിദ്യാർത്ഥി കാലത്ത് തന്നെ നമ്മൾ ഊട്ടി ഉറപ്പിക്കും. നമ്മളൊരു മനുഷ്യനാണെങ്കിൽ തന്നെയും ഈ ലോകത്തെ കോടാനക്കോടി വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ നടന്നു ഓടിയും ഒക്കെ മനസ്സിലാക്കണം. അത് കേവലം പുസ്തകത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവൂല. പുസ്തകത്തിന് മാത്രം മനസ്സിലാക്കിയാൽ ആ വിദ്യാഭ്യാസത്തിനും ആ വിജ്ഞാനത്തിനും ആ അറിവിനും ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നടന്നും ഓടിയും അനുഭവിച്ചും ഇങ്ങനെയൊക്കെയാണ് ഇത് അനുഭവിക്കേണ്ടത്. നിങ്ങൾ ആ തൂക്കുപാലത്തിലേക്ക് നോക്ക്. ആ തൂക്കുപാലം എന്തൊരു ഉന്നതമായ എൻജിനീയറിംഗ് ആണ് ആ നടത്തിയിട്ടുള്ളത്. 100 മീറ്ററിലേറെ അതിനിടയിൽ അതിൻ്റെ 2 കാലുകൾക്കിടയിൽ അകലുണ്ടാവും. 100 മീറ്ററിലേറെ അകലുണ്ടാവും. ഒരു തൂക്കുപാലം, അതിന് നടുവിലൊന്നുമില്ല. അത്ര വലിയൊരു ദീർഘമായ ഒരു തൂക്കുപാലം. എത്ര ആളുകൾ ഇപ്പം നമ്മൾ ഒരേ സമയത്ത് അതിലൂടെ നടന്നു വന്നു, ഇതിനൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ തന്നെ എത്ര ആളുകൾ നടന്നു പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവിക്കേണ്ടതാണ്. ഇത് മനുഷ്യൻ്റെ വിദഗ്ധമായ ബുദ്ധിയാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അറിവാണ്. ആ അറിവിൽ നിന്ന് അവൻ ആർജിച്ചെടുത്ത ഉപകാരമാണ് ഈ കാണുന്നത്. ഇത് സംവിധാനിച്ചൊരു എഞ്ചിനീയർ, അയാൾ മരിച്ചു പോയാൽ പോലും അയാളെക്കുറിച്ച് ജനം നല്ലത് പറയും. ഈ സംവിധാനം കണ്ടെത്തിയ ഒരാളുണ്ടാവും, അയാളെപ്പറ്റി നല്ലത് പറയും. കാരണം അതുകൊണ്ടൊക്കെ മനുഷ്യർ എത്രയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, ധാരണ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാതെ കിതാബിലേക്ക് മാത്രം മുഖം പൂറ്റി കിടന്നുറങ്ങിയതുകൊണ്ട് നമുക്കൊരു സമ്പൂർണനായ മനുഷ്യനാകാൻ കഴിയൂല. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ പടച്ചോൻ സംവിധാനിച്ചു. അതറിയാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം നീന്തൽ നല്ല കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലിമുഹുമുസ് സിബാഹ, അവർക്ക് നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണം. റമിയ, അമ്പെയ്ത്ത് പഠിപ്പിക്കണം. ഹബീബ റസൂലുള്ളാഹിയുടെ സുന്നത്താണ് അമ്പെയ്ത്ത്. ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യയിൽ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ എനിക്ക് അമ്പെയ്ത്ത് കാണിച്ചു തന്നു. പലവട്ടം അമ്പെയ്ത്ത് പഠിപ്പിക്കുക, അമ്പെയ്ത്ത് പഠിക്കുക. കുതിരപ്പുറത്ത് യാത്ര ചെയ്യൽ പഠിക്കണമെന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരപ്പുറത്ത് എല്ലാവർക്കും അങ്ങനെയാണ് കയറാൻ കഴിയില്ല. ഒരു മോട്ടോർ സൈക്കിളിൽ എളുപ്പം കയറാൻ നിയമങ്ങൾ പഠിച്ചാൽ മതി. കുതിരപ്പുറത്ത് അങ്ങനെ കയറാൻ കഴിയില്ല. കുതിരയാണ് ജീവിയാണ്. ഒരൊറ്റ കൊടച്ചിൽ മനുഷ്യനെ തെറിപ്പിക്കും. ചില പ്രത്യേക സ്ഥലത്ത് തൊട്ടാൽ അതിന് ദേഷ്യം വരും. ചില പ്രത്യേക സ്ഥലത്തെ സ്പർശിച്ചാലേ അത് ഓടൂ. ചിലപ്പോൾ ചില തട്ടുകൾ, കാലുകൊണ്ടുണ്ട തട്ടുകൾ അതിനെ ഹൈ സ്പീഡിൽ ഓടിക്കും. ചിലതോ അതിനെ സ്ലോ ആക്കും. ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവന് ഹാൻഡിൽമേ ക്ലിയർ ചെയ്യാവുന്നുള്ളൂ, കുതിര ഓടിച്ചതിന് മതിയാവില്ല. കാരണം കുതിര ഒരു ജീവിയാണ്. കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ പഠിക്കണമെന്നാണ് പുണ്യ റസൂൽ പറഞ്ഞത്. മനുഷ്യൻ കുതിരയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യൻ ഇനി കുതിരയിലേക്ക് തിരിച്ചു വരും. മെഷീൻസ് മുഴുവനും മനുഷ്യൻ ഉപേക്ഷിക്കേണ്ടി വരും വിത്തിൻ 100 years or 50 years. 100 കൊല്ലത്തിനുള്ളിൽ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ സംസ്കാരങ്ങൾ മുഴുവനും നശിക്കും. എല്ലാം നശിക്കും. എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും നശിക്കും. മൊബൈൽ നശിക്കും, കമ്പ്യൂട്ടർ നശിക്കും, വിമാനം പറത്താൻ കഴിയില്ല, കാർ ഓടിക്കാൻ കഴിയില്ല, കിണറിൽ നിന്ന് വെള്ളത്തിൽ മോട്ടർ അടിക്കാൻ പോലും കഴിയില്ല. മനുഷ്യൻ അവൻ്റെ കയ്യിലേക്ക് മടങ്ങും, മനുഷ്യൻ അവൻ്റെ കാലിലേക്ക് മടങ്ങും. സൈക്കിൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സൈക്കിൾ സംവിധാനിക്കണമെങ്കിൽ ഉപകരണങ്ങൾ വേണം. ആ ഉപകരണങ്ങൾ വർക്ക് ചെയ്യൂല വിത്തിൻ 100 years or 50 years. ഇത് 2025 2075 മനുഷ്യന്മാരുണ്ടെങ്കിൽ മനുഷ്യന് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാ മനുഷ്യനും നഷ്ടപ്പെടും. അങ്ങനെയാണ്. അതെങ്ങനെയാണ് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കും. 100 കൊല്ലമൊന്നും വേണ്ടി വരില്ല. മനുഷ്യൻ 50 കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു നിലക്ക് മനുഷ്യൻ പഴയ ഒരു 400 yearsലേക്ക് അവൻ തിരിച്ചു പോകും.
ഒന്നും മനുഷ്യൻ്റെ കയ്യിലുണ്ടാവില്ല. അച്ചടി യന്ത്രങ്ങൾ ഉണ്ടാവില്ല, ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ ഉണ്ടാവില്ല, ഒന്നും മനുഷ്യനുണ്ടാവില്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നാൽ കുതിരപ്പുറത്താണ് യുദ്ധം ചെയ്യുക. വാളുകൊണ്ടാണ് യുദ്ധം ചെയ്യുക. ഇന്ന് വാളുകൊണ്ട് കുതിര കൊണ്ട് മനുഷ്യൻ യുദ്ധം ചെയ്യൂല. ഇന്ന് ആധുനിക വെപ്പൺസ് കൊണ്ടാണ് യുദ്ധം ചെയ്യുക. എന്നാൽ ഇമാം മഹ്ദി എന്ന സൂപ്പർമാൻ, ഈ മനുഷ്യൻ വന്നിട്ട് യുദ്ധം ചെയ്യുന്നത് കുതിരപ്പുറത്താണ്, ഒട്ടകപ്പുറത്താണ്, കൈകൊണ്ടാണ്. എന്തേ? അതിന് മുമ്പ് മനുഷ്യനുള്ളതെല്ലാം മനുഷ്യന് നഷ്ടപ്പെടും. എവിടെ പോയാലും മനുഷ്യനെ അവൻ്റെ അടിസ്ഥാനം മറക്കരുത്. അവൻ്റെ അടിസ്ഥാനം അവൻ്റെ കൈയാണ്, അവൻ്റെ അടിസ്ഥാനം കാലാണ്. മണ്ണിലിറങ്ങി മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യന് വളരെ നല്ലതാണ്. പിന്നെ വിദ്യാർത്ഥി കാലത്ത് തന്നെ മനുഷ്യൻ ഒരുപാട് കാര്യം പഠിക്കണം. നമുക്ക് നമ്മുടെ ഒരു ബാധ്യത ഉണ്ട്. എന്താ നമ്മുടെ ബാധ്യത? ആരോഗ്യം നിലനിർത്തുക. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ കാലിളക്കി പഠിക്കണം. ഒരു ദിവസം 300 വട്ടമെങ്കിലും കാലിളക്കാൻ കഴിയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. മനുഷ്യന് 2 ഹാർട്ടാണ്, ഒന്നിവിടെയാണ്, ഒന്നിവിടെയാണ്. ഇത് മനുഷ്യന് സെക്കൻഡ് ഹാർട്ടാണ്. ഈ മസിലിന് എപ്പോഴും പണി കൊടുക്കണം. ഈ ഹാർട്ടിനെ പണിൻ്റെ കാര്യത്തെ നമ്മൾ മറ്റുള്ളതുകൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി. നടത്തം നല്ലൊരു വ്യായാമമാണ്, പക്ഷേ മസിലിന് പണി വേണം. അതുകൊണ്ട് തന്നെ കാൽ പൊക്കി ഉയർത്തി നടക്കണം. ഇല്ലെങ്കിൽ ഇതന്നെ മതി. പഴയ കാലത്തെ ടൈലർമാരെ കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്യും? രോഗം ഉണ്ടാവില്ല. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇരുത്തം കൂടും. അപ്പോൾ നമ്മൾ കാലിളക്കി പഠിക്കണം. കാലിങ്ങനെ വെറുതെ ആട്ടല്ല, അങ്ങനെ ആട്ടിയാൽ തെറ്റുമല്ല. മസിലിന് പണി കൊടുക്കണം. നീന്തുമ്പോൾ കൈമസിലിന് പണിയുണ്ട്, കാൽ മസിലിന് പണിയുണ്ട്, നെഞ്ചിന് പണിയുണ്ട്, കഴുത്തിന് പണിയുണ്ട്, അരക്ക് പണിയുണ്ട്. നീന്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വ്യായാമമാണ്. നീന്തൽ പോലെ ഒരു വ്യായാമമില്ല. 2 പൊറാട്ട തിന്നാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലില്ല. ചിലർ 3 പൊറാട്ട തിന്നിട്ടുണ്ടാവും, ചില 4 തിന്നവരും ഉണ്ടായേക്കാം. 350 പൊറാട്ട മതി എന്ന് ചില ആളുകൾ എന്നോട് വാശി പിടിച്ചിട്ടും 400 പൊറാട്ട തന്നെ വേണം എന്ന് പറഞ്ഞ് ഞാനാണ്. അപ്പം നീട്ടണില്ല. 1-ാം ഘട്ടമാണ് ഈ പറഞ്ഞത്. മസിലിന് പണി കൊടുക്കണം. കിതാബ് മാത്രം പഠിച്ചാൽ പോരെ. കിതാബിൽ കുറഞ്ഞ വിവരമേ ഉള്ളൂ. ജീവനില്ലാത്ത അറിവുകളാണ് കിതാബിലെ അറിവുകൾ. ജീവനുള്ള ഒരു മനുഷ്യൻ വിശദീകരിച്ചപ്പോഴാണ് കിതാബ് കൊണ്ട് മനാഫികൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ അത് വലാലത്തിലേക്ക് ചേർക്കും. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. ഫസ്റ്റ് വൺ ദ റസൂൽ, ദ മെസ്സഞ്ചർ. സെക്കൻഡ് വൺ യത്ലു അലൈഹിം ആയാതിക്. ദി സെക്കൻഡ് വൺ, ദ ഫസ്റ്റ് വൺ ദ മെസ്സഞ്ചർ. 1-ാം ഭാഗം കിതാബല്ല, 1-ാം ഭാഗം ജീവനുള്ള മനുഷ്യനാണ്. 2-ാം ഭാഗം കിതാബാണ്. കിതാബിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ജീവനുള്ള മനുഷ്യനെ അനുധാവനം ചെയ്യണം. ഹീസ് ദ റൈറ്റ് ഗൈഡ്. ഏറ്റവും സത്യസന്ധമായ ഗൈഡാണ് ആര്? അതിൽ തെറ്റില്ല, തെറ്റില്ലാത്ത ഗൈഡാണ് ആര്? റസൂൽ. അപ്പോൾ കിതാബോ? കിതാബ് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ചിലപ്പോൾ കിതാബ് തെറ്റിലേക്കായിരിക്കും ഗൈഡൻസ് നൽകുക. അതായത് കിതാബിനെ നോക്കി കണ്ടപ്പോൾ നിനക്ക് സംഭവിച്ച അബദ്ധത്തെ തിരുത്താൻ കിതാബ് ശ്രമിക്കൂല. അതേ സമയത്ത് ദി ഫസ്റ്റ് വൺ, ദ മെസ്സഞ്ചർ, മെസ്സഞ്ചറെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴക്കൂല്ല. ഏറ്റവും അനിവാര്യത കിതാബല്ല, ഏറ്റവും അനിവാര്യത മെസ്സഞ്ചറാണ്, മനുഷ്യനാണ്. അള്ളാഹു കിതാബ് എന്ന ഖുർആൻ മാനവരാശിക്ക് നൽകിയില്ല എന്ന് സങ്കല്പിക്കൂ. മുഹമ്മദ് എന്ന ആൾ മാത്രമായിരുന്നു വന്നതെങ്കിലും മതിയാകും. മുഹമ്മദ് എന്ന ഒരാളെ നൽകിയില്ല, ഖുർആൻ നൽകിയാൽ മതിയാവുകയുമില്ല. മുഹമ്മദ് എന്ന ആളെയാണ് നൽകിയതെങ്കിൽ മതിയാവും. കിതാബ് മാത്രമാണ് നൽകിയതെങ്കിൽ മതിയാവില്ല, ഒരിക്കലും മതിയാവില്ല. കാരണം കിതാബ് മനുഷ്യനെ, കിതാബിൽ ചിലപ്പോൾ മനുഷ്യൻ വലാലത്തിലേക്കും പോകും. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അസ്യഹത്തു ഖൈറു മിനൽ ഗിന. സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമാണ്. ആരോഗ്യം എപ്പോഴും ചലനം വേണം. കിതാബ് ഓതുന്ന ആളുകൾക്ക് എപ്പോഴും ഓടിക്കളിക്കാനൊന്നും കഴിയില്ല. കാലിളക്കിയാൽ മതി, അല്ലെങ്കിൽ ചുമരി പിടിച്ച് നിൽക്കുക. രാവിലെ 41, വൈകുന്നേരം 41 തന്നെ, ഇങ്ങനെ നിർത്താതെ 41 പണിയാണ്. എന്തിനാ അവിടെ പണി? കാൽ മസിലിന് പണിയാണ്. ഇത് തന്നെ കൈമസിലിന് പിന്നെ എല്ലാവർക്കും പണി ഉണ്ടാവും. എന്തുകൊണ്ട്? പൊറാട്ട കുഴച്ചിട്ട് തിന്നണമല്ലോ. കാൽ മസിലിന് പണി ഉണ്ടാവില്ല. കാൽ മസിലിന് പണിയെടുത്താലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. പന്ത് കളിക്കേണ്ട ആവശ്യമില്ല. പന്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്നവർ പള്ളിയുടെ ചുമരിനെ വൃത്തികേടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ മാത്രമാണ്.
ഞാൻ ക്രിക്കറ്റിന് സമ്മതം കൊടുത്ത് കുടുങ്ങിപ്പോയി. എനിക്ക് തോന്നുക പന്ത് കളിയേക്കാളും പൊടി ക്രിക്കറ്റിലാണോ എന്ന്. ആയിക്കോട്ടെ, ഇപ്പം ഒന്നും പറയുന്നില്ല ഞാൻ. അപ്പം അതൊന്നും അല്ല വേണ്ടത്. കാലിളക്കണം. വഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, നിന്റെ നഫ്സിനോട് നിനക്ക് ബാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ബാധ്യത നമ്മളെ സമൂഹത്തോട്. ഈ ലോകത്തെ എല്ലാവരും നമുക്കൊരു ബാധ്യതയുണ്ട്. അതാദ്യം നിർവഹിക്കേണ്ടത് പണ്ഡിതൻ എന്ന നിലയിൽ നിങ്ങളെപ്പോലത്തെ പണ്ഡിത വിദ്യാർത്ഥികൾ. സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടും. ഒരാളെയും നമ്മൾ എതിർക്കേണ്ടതില്ല. ഇവിടെ വൈവിധ്യങ്ങളായ പലതും ഉണ്ടാവും. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളെ നമ്മൾ എതിർക്കേണ്ടതില്ല. അതും ഒരു നന്മയാണ്, അതൊരു മതമാണ്. ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവരെ നമ്മൾ എതിർക്കേണ്ട ഒരു മതം എന്ന നിലയിൽ അതൊരു നന്മയാണ്. അതിലുണ്ടല്ലോ ഒരു ഒതുക്കം. ശരി തെറ്റുകളല്ല ഞാൻ പറയണത്, അതിലൊരു ഒതുക്കുണ്ട്. മതമില്ലാത്തവന് എന്തോ ഒതുക്കമുള്ളത്? ഒരുത്തൻ തന്നെ മകളെ കല്യാണം കഴിക്കാനും മടിയില്ലാത്തവരുണ്ട്. ആരല്ല? ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയും അല്ല, ജൂതനും അല്ല. ആരത് ചെയ്യും? നിരീശ്വരവാദി. കാരണം നിരീശ്വരവാദിക്ക് ധാർമ്മികമായ യാതൊരു വ്യവസ്ഥയും ഇല്ല. അപ്പോൾ അതിലേക്ക് ചേർത്ത് നോക്കിയാൽ ധാർമ്മികമായ വ്യവസ്ഥിതിയുള്ള വ്യവസ്ഥകളുള്ളത് എത്ര വലിയ നന്മയാണ്. ഒരു ഹിന്ദു മോഷ്ടിക്കൂല. എന്തുകൊണ്ട്? അയാളൊരു മതവിശ്വാസിയാണ്. ഒരു മതവും മോഷണം അംഗീകരിക്കും. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്നും നമ്മൾ എതിർക്കേണ്ടതില്ല. ഹിന്ദുക്കൾ നമ്മൾ എതിർക്കപ്പെടേണ്ടവരോ നമ്മുടെ ശത്രുക്കളോ അല്ല. ക്രിസ്ത്യാനികൾ നാം എതിർക്കപ്പെടേണ്ടവരോ നമ്മുടെ ശത്രുക്കളോ ഒരിക്കലുമല്ല. ഒക്കെ മതവിഭാഗങ്ങളാണ്. ആരൊക്കെ ലോകത്തിന് നാശമായി ഭവിക്കുന്നുവോ അവരെയാണ് എതിർക്കേണ്ടത്. ആ അളവിൽ മാത്രം. നാശം. ഇപ്പം ഭീകരവാദം ഒരു നാശമാണ്, വർഗീയവാദം ഒരു നാശമാണ്. അത് സമൂഹത്തിന് വലിയ തിന്മയാണ്. ഞാൻ വഹാബിസത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണ ഒരാളാണ്. എന്തുകൊണ്ട്? എന്താ കാരണം? അതിൻ്റെ അടിസ്ഥാനം തീവ്രവാദമാണ്. അങ്ങനത്തെ തീവ്രവാദങ്ങൾ വർഗീയവാദം എല്ലാ മതത്തിലുണ്ട്. അതിനെ എതിർക്കണം, അല്ലാതെ ആ മതത്തെ എതിർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇവിടെ സ്വഹാബികൾ വന്നപ്പോൾ സ്വഹാബികൾ ഏതെങ്കിലും ഹിന്ദുവിനെ എതിർത്തോ? ഇല്ല. നമ്മൾ വന്നപ്പോൾ ക്രിസ്ത്യാനികളെ എതിർത്തോ? ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെ എതിർത്തോ? ഇല്ല. ആദ്യമായി AD 52 വന്ന തോമാസ് ലീഹയാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനി. അദ്ദേഹം ആരാണ്? തോമാസ് ലീഹ 12 യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. യേശുവിന് 12 ശിഷ്യന്മാരാണ്. അതിൽ ഒരാൾ ജൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. പിന്നീട് മത്തിയോസിനെ 12ലേക്ക് ചേർത്തു. അപ്പോൾ ശിഷ്യന്മാർ അപ്പോസ്റ്റൽസ് എത്രയാണ്? 12. ഒരാളെ പുറത്താക്കി. അതാണ് ആര്? ജൂദാസ്. ജൂദാസിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെ മത്തിയോസിനെ എടുത്തു. അപ്പോൾ ഇന്ന് അപ്പോസ്റ്റൽസ് എത്ര തന്നെയാണ്? 12 തന്നെ. അവരെ ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞു. അവർ ക്രിസ്ത്യാനികളല്ലേ? എന്നിട്ട് ഖുർആൻ അവരെ പ്രശംസിച്ചോ പറഞ്ഞത്. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. ഏതാ സൂറത്ത്? ആലി ഇമ്രാൻ അല്ലേ? ആലി ഇമ്രാൻ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. ആലി ഇമ്രാൻ്റെ പശ്ചാത്തലം പറയാൻ കഴിയും ഒരാൾക്ക്? എനിവൺ? ആലി ഇമ്രാനിൽ എത്ര ആയത്താ? 200. അതിൽ 70 ആയത്തുകൾ ഇറങ്ങുമ്പോൾ പുണ്യ റസൂലിൻ്റെ ചുറ്റും മദീന പള്ളിയിൽ ക്രിസ്തീയ പുരോഹിതന്മാർ ഇരിക്കുക. അപ്പോഴാണ് 70 ആയത്ത്. ആലി ഇമ്രാനിലെ 70 ആയത്ത് ഇറങ്ങുമ്പോൾ ക്രിസ്തീയ പാത്രിയാർക്കുകളും വലിയ വലിയ നേതാക്കളും ഇരിക്കുകയാണ്. എവിടെ? മദീന പള്ളിയിൽ. പുണ്യ റസൂലിന് ആയത്തിറങ്ങി 70 ആയത്ത് ആ പള്ളിയിൽ റസൂലുള്ളാഹിക്കിറങ്ങി. അപ്പോൾ ആ പള്ളിയിൽ ആരുണ്ട്? ക്രിസ്തീയ പുരോഹിതന്മാരും നേതാക്കളും ഉണ്ട്. അപ്പോൾ ഇറങ്ങിയതാണ് ആലി ഇമ്രാനിലെ 70 ആയത്തുകൾ. അതിൽപ്പെട്ടവരായത്താണിത്. ഏത്? ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു. അതാണ് അപ്പോസ്റ്റൽസ്. ആ അപ്പോസ്റ്റൽസിൽ ഒരാളാണ് തോമാസ്. തോമാസ് കേരളത്തിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. വന്നവരിൽ കൂടുതലും ഇന്ത്യയിലേക്ക് വന്നവർ കേരളത്തിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം സ്വഹാബികൾ വന്നത് കേരളത്തിലേക്ക്. ക്രിസ്ത്യാനികൾ വന്നത് എന്തുകൊണ്ട്? കടലിൻ്റെ ഏറ്റവും നല്ല ഒഴുക്ക് കേരള തീരത്തേക്കാണ്. അതുകൊണ്ടാണ് കേരളം ഖൈറുള്ള എന്ന പേരിൽ അറിയപ്പെട്ടത്. കപ്പലിന് പായ പൊട്ടിപ്പോയാൽ പോലും കടൽക്കാറ്റിൽ കൃത്യമായി അടിയൊഴുക്കിലും ഏത് കപ്പലും എത്തിച്ചേരാവുന്ന സ്ഥലമാണ് ഏത്? കേരളം. യഥാർത്ഥത്തിൽ വാസ്കോഡി ഗാമ പുറപ്പെട്ടത് കേരളത്തിലേക്ക് അല്ല, പക്ഷേ എത്തിച്ചേർന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ട്? ആർക്ക് എവിടെ ഗൈഡൻസ് നഷ്ടപ്പെട്ടാലും എവിടെ എത്തും? കേരളത്തിലെത്തും. കേരളം വല്ലാത്തൊരു നാടാണ്. തോമാസ് ലീഹ വന്നത് ഇവിടെയാണ്. മാലിക് മിനാർ വന്നത് ഇവിടെയാണ്. ചക്രവർത്തി പെരുമാൾ പോയത് ഇവിടുന്നാണ്.
അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊണ്ടുവന്നത് ഇവരാരും മദ്ഹബ് നഹി സിക്കാത്ത ആപസ്മേ ബൈർ റഖ്ന, പരസ്പരം ശത്രുക്കളാക്കാണെന്ന് ഒരിക്കലും ഒരു മതം നമ്മളോട് പറയുന്നില്ല. ഒരു മതവും ഒന്നിനുമെതിരല്ല. ഒരു നന്മയും ഒക്കെ നന്മയാണ്, അതിലെല്ലാം നന്മയുണ്ട്. എല്ലാ നന്മയെയും നന്മ എന്നാൽ ഇപ്പോൾ ഒരു വ്യഭിചാരം ഒരു മതവും അംഗീകരിക്കൂല, മോഷണം ഒരു മതവും അംഗീകരിക്കൂല, കൈക്കൂലി വാങ്ങൽ ഒരു മതവും അംഗീകരിക്കൂല, ചരക്കുകൾ പൂത്തിവെച്ച് വില കൂട്ടൽ ഒരു മതവും അംഗീകരിക്കൂല, മനുഷ്യനെ ഉപദ്രവിക്കൽ, ഭയപ്പെടുത്തൽ, പേടിപ്പിക്കൽ ഒരു മതവും അംഗീകരിക്കൂല, സ്ത്രീകളെ മേക്കെട്ട് കയറൽ ഒരു മതവും അംഗീകരിക്കൂല, വിവാഹം ഇല്ലാതെ ഒരു സ്ത്രീയുടെ കയ്യിൽ തൊടാൻ ഒരു മതവും അംഗീകരിക്കൂല. അപ്പോൾ എല്ലാ മതത്തിലും എന്തുണ്ട്? മൊറാലിറ്റി ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നന്മയാണ്. അതൊന്നും ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ശരി തെറ്റുകളല്ല, ആത്യന്തിക ശരി തെറ്റുകൾ വേറെയാണ്. എന്നാൽ അതിൻ്റെ സാമീപ്യം കൊണ്ടും ലോകത്തിന് ചില നന്മകൾ ഉണ്ട്, അത് മറക്കരുത്. ഈ ലോകത്തെ എല്ലാ ആളുകളെയും മുസ്ലിമാക്കാൻ അള്ളാഹു തആലക്ക് കഴിയൂലേ? ചെയ്തോ? മുത്തുനബിയുടെ കാലത്തും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. എല്ലാവരെയും മുസ്ലിമാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ നടക്കൂലേ? നടക്കും. പക്ഷെ ആക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അതിലല്ല ഹിക്മത്തുള്ളത്. ഹിക്മത്ത് ഇതിലാണ്. വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി, അതിലാണ് എപ്പോഴും നന്മ. അപ്പോൾ നമുക്ക് ഈ സമൂഹത്തോട് ബാധ്യതയുണ്ട്, നമ്മളെ സർക്കാരുകളോട് നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ഭരിക്കുന്ന സർക്കാർ, ഭരണാധികാരി നരേന്ദ്രമോദിയാണെങ്കിലും ആക്ഷേപിക്കരുത്. അദ്ദേഹം നമ്മുടെ ഭരണാധികാരിയാണ്. നമ്മുടെ എല്ലാ നന്മയും അദ്ദേഹത്തിൽ അധിഷ്ഠിതമാണ്. അതാരായാലെന്താ? ഇവിടെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു ഭരണഘടന. ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടന ഇന്ത്യയുടേതാണ്. ആ ഭരണഘടന ഇവിടെ നിലനിൽക്കാൻ വേണ്ടി എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കണം. കാരണം വലിയ വലിയ മനുഷ്യപ്പറ്റുള്ള മഹാന്മാർ എഴുതിയുണ്ടാക്കിയതാണത്. അവർക്ക് എന്തിനേക്കാളും വലുത് മനുഷ്യത്വമായിരുന്നു. ഇന്നത്തെ ജനങ്ങൾക്ക് മനുഷ്യത്വം എന്താണെന്നറിയില്ല. മതം പോലും നിയമങ്ങൾക്ക് വഴിപ്പെട്ടുപോയി. മതം ഇപ്പോൾ നിയമങ്ങളാണ്. നിയമങ്ങൾ മതമാവുമ്പോൾ അത് ആപത്താണ്. മതങ്ങൾ ഇപ്പോൾ നിയമങ്ങൾ മാത്രമാണ്. പഴയ കാലത്ത് നിയമങ്ങളെക്കാൾ പ്രധാനം എന്തിനാണ്? മനുഷ്യത്വത്തിനാണ്. നിയമവും മനുഷ്യത്വവും തമ്മിൽ എതിരായാൽ എന്തിനെയാണ് പരിഗണിക്കേണ്ടത്? നിയമവും മനുഷ്യത്വം എതിരായാൽ എന്തിനെ പരിഗണിക്കണം? മനുഷ്യത്വത്തെ പരിഗണിക്കും, നിയമത്തിനല്ല. ഒരാൾക്ക് ഛർദ്ദിക്കാൻ മുട്ടി, വണ്ടിയിൽ ഇരിക്കണ ഇരിപ്പിടത്തിലോ വസ്ത്രത്തിലോ ഛർദ്ദിക്കൂല, അപ്പോൾ ഛർദ്ദിക്കണം. അപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. വണ്ടി നിർത്തുമ്പോൾ നേരെ മുന്നിൽ എന്താ ഉള്ളത്? നോ പാർക്കിംഗ് ആണ്. അവിടെ നോ പാർക്കിങ്ങിനെ പരിഗണിക്കേണ്ടതേ ഇല്ല. എന്തിനെ പരിഗണിക്കേണ്ടത്? ഇയാൾക്ക് പുറത്തിറങ്ങിയിട്ട് ഛർദ്ദിക്കണം. പോലീസുകാരനോട് വന്നാൽ പോലീസുകാരനോട് എന്ത് പറഞ്ഞാൽ മതി? നിർബന്ധ സാഹചര്യത്തിലാണ്. മനുഷ്യത്തുണ്ടെങ്കിൽ അയാളത് പരിഗണിക്കും. ലോകത്തെല്ലാ നാടുകളിലും പോലീസിനെ പോലീസ് എന്ന് വിളിക്കൂല. ലോകത്തെ എല്ലാ നാടുകളിലും പോലീസിനെ അങ്കിൾ എന്ന വിളിക്കുക. ലോകത്തിനെ പോലീസ് എന്ന് വിളിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. സൊസൈറ്റിയുടെ സർവൻസ് ആണ് ആര്? പോലീസ്. അപ്പോൾ അയാളത് പരിഗണിക്കണം. നിയമവും മനുഷ്യത്വം എതിരായി എന്തിനെ മുന്തിക്കേണ്ടത്? നിയമവും ധർമ്മവും എതിരായാൽ, നിയമവും മനുഷ്യത്വവും നീതിയും എതിരായാൽ ഞാൻ നിയമത്തിനെതിരെ നീതിയുടെ പക്ഷത്ത് യുദ്ധത്തിന് വരും എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ആരാന്നറിയോ? അയാളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപിതാവ് ബാപ്പുജി. അത് വലിയ വില ഉണ്ടാവും വാക്കിന്. നിയമത്തിനെ ഞാൻ പരിഗണിക്കൂല, ഞാൻ എന്തിനെ പരിഗണിക്കൂ? നീതിയെ. അപ്പോൾ ഈ ലോകത്തെ ഏതൊരാൾക്കും നമ്മൾ എന്ത് കൊടുക്കണം? നീതി കൊടുക്കണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ചിന്തിക്കുക, നിങ്ങൾ യഥാർത്ഥ പണ്ഡിതന്മാരായി വളർന്നു വരണം. യഥാർത്ഥ പണ്ഡിതന്മാർ പറഞ്ഞാൽ അവർക്ക് നഫ്സിനോട്, സ്വന്തത്തോട് അവർക്ക് നീതി കാണിക്കും. അവർ സമൂഹത്തോട് നീതി കാണിക്കും. എല്ലാ മനുഷ്യന്മാരോടും നീതി കാണിക്കും. പേരാമ്പ്ര അടുത്ത ഒരു ഉസ്താദ് ഉണ്ടായി, 40 കൊല്ലം അവിടെ ജോലി ചെയ്ത് മരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമയത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിക്കുന്നത് വളാഞ്ചേരിയാണ് ആ ഉസ്താദിൻ്റെ വീട്. അവിടെ ആ നാട്ടിലെ ഒരു ഹൈന്ദവ ഭക്തൻ, ഗുരുവായൂർ ഭക്തൻ, എല്ലാ മാസത്തിലും ഗുരുവായൂരിലേക്ക് തൊഴാൻ പോകും. അപ്പോഴാണ് ഈ ഉസ്താദ് നാട്ടിൽ പോകുക. അതായത് ഈ ഉസ്താദിനെ ഈ ഹിന്ദു ഭക്തനായ, ഗുരുവായൂർ ഭക്തനായ ഹിന്ദു സഹോദരൻ, ഈ വയസ്സൻ തൻ്റെ കാറിൽ കയറ്റി വളാഞ്ചേരി കൊണ്ടുപോയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടാക്കിയിട്ടാണ് ഈ മനുഷ്യൻ എങ്ങോട്ട് പോവുക? ഗുരുവായൂരിലേക്ക്. അതെത്ര നല്ല സംസ്കാരമാണ്! അതല്ലേ സത്യം? അവരിടയിൽ ഓണത്തിൻ്റെ ചോറുന്നാൻ പാടില്ല, പെരുന്നാളിൻ്റെ ചോറുന്നാൻ പാടില്ല, തർക്കം തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. തർക്കം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സൗഹൃദം ഉണ്ടാവില്ലല്ലോ.
ഇപ്പം ആകെ നമ്മളെ നാട്ടിൽ 2 തർക്കേ ഉള്ളൂ. എന്ത്? ഓണത്തിന് ചോറ് മുസ്ലിങ്ങൾ തിന്നാൻ പാടുണ്ടോ, പെരുന്നാളിന് ചോറ് ഹിന്ദുക്കൾ തിന്നാൻ പാടുണ്ടോ? ഇതാപ്പോൾ ഇസ്ലാം ആകെ. അതൊക്കെ ഇസ്ലാം മുസ്ലിം സമുദായം നശിപ്പിക്കുമ്പോൾ, ചില ശക്തികൾ നശിപ്പിച്ചപ്പോൾ വന്നിട്ടുള്ള ചില ആപത്തുകൾ മാത്രമാണ്. അതൊന്നും നമ്മളെ ഭാഷയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മുടേതാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ നമ്മുടേതാണ്, ഒരു ക്രിസ്ത്യാനി നമ്മുടേതാണ്. ഇതൊക്കെ നമ്മളെ ആളുകളാണ്. അതാണ് യഥാർത്ഥ പാണ്ഡിത്യം. അപ്പം നിങ്ങളെ കൊണ്ട്, നിങ്ങളെ ഉസ്താദായ ഒരു മഹലിൽ ചെന്നാൽ ആ നിങ്ങളെ കൊണ്ട് അവിടുത്തെ ഹിന്ദുവിനൊരു ഉപകാരം ഉണ്ടാവണം, ഉപദ്രവം ഉണ്ടാകരുത്. മദ്ദീനു യാ റസൂലല്ലാ ജാ ആഹദും മിൻ ബൈന യദയിൽ മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാം. ഒരാൾ പുണ്യ റസൂലിലേക്ക് വന്നു, എന്നോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, നബിയെ ദീൻ എന്നാൽ എന്താണ്? ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഫജാഅ അൻ യമീനിഹി, അയാൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. പിന്നെ നബിയോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, ദീൻ എന്നാൽ എന്താണ്? ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവം. ഫജാഅ മിൻ വറാഇഹി അലാ ശിമാലിഹി, അയാൾ പിന്നെ ബേക്കിലൂടെ നബിയുടെ ഇടഭാഗത്തേക്ക് വന്നു. പിന്നെയും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, ദീൻ എന്നാൽ എന്താണ്? ഫഖാല, അപ്പോഴും ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ നിസ്കാരമല്ല, ദീൻ എന്നാൽ നോമ്പല്ല, ദീൻ എന്നാൽ ഹജ്ജല്ല, ദീൻ എന്നാൽ സക്കാത്തല്ല, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ആർക്ക്? ആരോട്? ആരോടും ആരോട് ആരോടും ആരോട് ആരോടും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൂച്ചക്കുട്ടികൾ അവിടെ വന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ആ പറമ്പിൽ പൂച്ചക്കുട്ടികൾ വന്നു. ആ പൂച്ചക്കും ഒരു അവകാശമുണ്ട്. വലിൽ അർളി മിൻ കഅസിൽ കിറാമി നസീബു. ഇത് ഒരു ഷാറമ്പേത്താണ്. ഏതാ കിതാബ് എന്നറിയോ? വലിൽ അർളി മിൻ കഅസിൽ കിറാമി നസീബു. ഇതൊരു ഷാറമ്പേത്താണ്. ആരുടെ? ഏതാ കിതാബ്? ഞാൻ 30 കൊല്ലം മുമ്പ് ഓതിയതാണ്. എന്നാലും മറക്കൂല. 30 കൊല്ലം മുമ്പ് ഞാൻ ഓതിയതാണ്. വലിൽ അർളി മിൻ കഅസിൽ കിറാമി നസീബു. മാന്യന്മാർ കുടിക്കുന്ന ചഷകത്തിൽ നിന്ന് ഭൂമിക്കും ഒരു അവകാശമുണ്ട്. മാന്യന്മാർ ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ ഭൂമിക്കും അതിലൊരു അവകാശമുണ്ട്. അത് ഒരു തുള്ളി ആർക്കും കിട്ടും, ഭൂമിക്കും കിട്ടും. വലിൽ അർളി മിൻ കഅസിൽ കിറാമി നസീബു. ഏതാ കിതാബ്? മുഖ്തസർ. ആരുടെ? സൈദുദ്ദീനിൻ്റെ തഫ്താസാനി. അദ്ദേഹം വലിയ ആളാ, വലിയ സൂഫിയ. സൈദുദ്ദീൻ്റെ മറ്റൊരു കിതാബ് ഏതാ? ഷർലക്കായത് സൈദുദ്ദീൻ്റെതാ. പിന്നെ മഅഖൂലാത്തിലൊരു കിതാബുണ്ടല്ലോ, മന്ത്യക്കൽ, ഷറത്തദീബ്, സൈദുദ്ദീൻ്റെതാ. സൈദുദ്ദീൻ വലിയൊരു ആൺകുട്ടിയാണ്, നല്ല ഉഷാറുള്ള ആൺകുട്ടിയാണ്. അപ്പം സൈദുദ്ദീൻ്റെ മുഖ്തസർ റളിയല്ലാഹു അൻഹു, മുഖ്തസറിലുണ്ട് എന്ത്? വലിൽ അർളി മിൻ കഅസിൽ കിറാമി നസീബു. മാന്യന്മാർ കുടിച്ച ചഷകത്തിൽ നിന്ന് ഒരവകാശം ഭൂമിക്കുമുണ്ട്. അപ്പം നമ്മൾ മാന്യന്മാരാകണം. ഭൂമിക്ക് അവകാശം ഉണ്ടെങ്കിൽ പിന്നെ ഹിന്ദുവിന് അവകാശം ഇല്ലാതിരിക്കും. ഭൂമിക്ക് അവകാശം ഉണ്ടെങ്കിൽ ഭൂമിയാണ് മാതാവ്. യഹ്ഫദുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും. ഭൂമിയെ സൂക്ഷിക്കുവീൻ, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. മാമിൻ അമലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. അതിൻ്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അന്ത്യനാളിൽ അത് അള്ളാഹുവിനോട് പറയാതിരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായത്തോതിയപ്പോഴാണ് ഹബീബ നബി ഈ ഹദീസ് വിശദീകരിക്കുന്നത് അറിയോ? ബിഅന്ന റബ്ബക ഔഹാലഹ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പുണ്യ റസൂൽ പറഞ്ഞ ഹദീസാണത്. യഹ്ഫദുൽ അർള, നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ചു ജീവിക്കുവീൻ. ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. മാമിൻ അമലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. അതിൻ്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അന്ത്യനാൾ അത് അള്ളാഹുവോട് പറയും. അപ്പോൾ എല്ലാവർക്കും അവകാശങ്ങൾ കൊടുക്കുക, അവനവൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക, അവനവൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് നല്ലത് പറയുക, അവരിൽ തെറ്റ് സംഭവിച്ചാലോ ക്ഷമിക്കുക. ഭരണാധികാരികളിന് തെറ്റ് സംഭവിച്ചാൽ, അവർ ഏകാധിപതികളായാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, ഇസ്ബുറു, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഭരണാധികാരികൾക്കെതിരെ വാളുകടത്തി പുറപ്പെടാൻ പാടില്ല. സായുധ വിപ്ലവങ്ങൾ പാടില്ല. സായുധ വിപ്ലവങ്ങൾ ഇസ്ലാമികമല്ല. മുല്ലപ്പൂ വിപ്ലവം തെറ്റാണ്. കേരളത്തിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായ കാലത്ത് മുഴുവൻ ഞാൻ നിറഞ്ഞു പ്രസംഗിച്ചിട്ടുണ്ട്. മുല്ലപ്പൂ വിപ്ലവം തെറ്റാണ്. കാരണം ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുക്കാൻ പാടില്ല. അത് നരേന്ദ്രമോദി ആയാലും അത് പിണറായി വിജയനായാലും ജനാധിപത്യപരമായ മാർഗത്തിൽ പ്രതികരിക്കണം. എന്ത് ചെയ്യരുത്? ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ. ഒരിക്കലും ഭരണാധികാരികൾക്കെതിരെ കലാപമുണ്ടാക്കാൻ പാടില്ല
ഞങ്ങൾ എന്ത് ചെയ്യണം? ഭരണാധികാരികൾ ഏകാധിപതികളായാൽ ജനാധിപത്യപരമായി പ്രതികരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇലാ മതാ യാ റസൂലല്ലാഹ്, ഭരണാധികാരികൾ ക്രൂരന്മാരായ ഏകാധിപതികളായാൽ ഞങ്ങൾ എത്ര കാലം ക്ഷമിക്കണം? ഹത്താ തൽഖൗനി ഇൻദൽ ഹൗളി, ഹൗളിൻ്റെ കരയിൽ ഞാൻ നിൽക്കുന്നത് കാണുന്നത് വരെ ക്ഷമിക്കണം. യാ സുബ്ഹാന ജല്ല വഅല. ഇനി എന്താ പറയാനുള്ളത്? അതിനെതിരെ ചെയ്തു ഈജിപ്ത് തകർന്നു. അതിനെതിരെ ചെയ്തു ടുണീഷ്യ തകർന്നു. അതിനെതിരെ ചെയ്തു ലിബിയ തകർന്നു. അതിനെതിരെ ഇന്ത്യ ചെയ്താൽ ഇന്ത്യ തകരും. ഒരിക്കലും ഭരണാധികാരികൾക്കെതിരെ കലാപമുണ്ടാക്കാൻ പാടില്ല. ജനാധിപത്യപരമായി പ്രതികരിക്കണം. മുസ്ലിങ്ങളായി നിലനിൽക്കുന്ന കാലത്തോളം അവർ ഇവിടെ ആര് ഭരിച്ചാലും, ഹിന്ദുക്കളെ രാജ്യത്ത് ഭൂരിപക്ഷം 80% ഹിന്ദുക്കളുള്ള രാജ്യത്ത് പ്രധാനമന്ത്രിയാകേണ്ടത് ആരാണ്? ഹിന്ദു തന്നെയാണ്. അതല്ലേ അതിൻ്റെ നീതി. എന്നിട്ട് നമ്മളൊക്കെ എതിര് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ജനാധിപത്യമായി പ്രതികരിക്കണം. അതിനപ്പുറം നമ്മൾ ക്ഷമിക്കണം. ഇലാ മതാ യാ റസൂലല്ലാഹ്, എത്ര കാലം ക്ഷമിക്കണം? ഹത്താ തൽഖൗനി ഇൻദൽ ഹൗളി, ഹൗളിൻ കരയിൽ ഞാൻ നിൽക്കുന്നത് കാണുന്നത് വരെ ക്ഷമിക്കണം. അതായത് ഭൂമി നശിച്ചാലും നിങ്ങൾ അവർക്കെതിരെ വാളെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഭരണാധികാരികൾക്കെതിരെ നടത്തുന്ന സായുധ വിപ്ലവങ്ങൾ ജനജീവിതം നശിപ്പിച്ചു. ഞാൻ ഹുസ്നി മുബാറക്ക് ഭരിച്ചിരുന്ന കാലത്ത് ഈജിപ്തിൽ പോയിട്ടുണ്ട്, പിന്നെയും പോയിട്ടുണ്ട്. ഹുസ്നി മുബാറക്ക് എത്ര മോശപ്പെട്ടവനാണെങ്കിലും സന്തോഷകരമായ ജീവിതം ഈജിപ്തിലുണ്ടായിരുന്നു. ഇന്ന് ഈജിപ്തിൻ്റെ കാര്യം പോക്കാണ്. ടുണീഷ്യ നശിച്ചു, ലിബിയ നശിച്ചു. അപ്പോൾ ഭരണാധികാരികൾക്കെതിരെ സായുധ കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ബാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ സകലമാന മതവിഭാഗങ്ങളോടും മതമില്ലാത്തവരോടും സകല മനുഷ്യരോടും ബാധ്യതയുണ്ട്. സകല ജന്തുജാലങ്ങളോടും ബാധ്യതയുണ്ട്. എല്ലാത്തിനും ഇപ്പം ഇവിടെ ഉച്ചുണ്ടാക്കുന്ന ഒരു കിളിയുണ്ട്. ആ കിളിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ചില കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. മാവൂസേദുങ് കിളികളെ കൊല്ലാൻ പറഞ്ഞു. കിളികളെ കൊന്നൊടുക്കി. അത് കാരണം വിളവുണ്ടായില്ല. പിറ്റേത്തെ കൊല്ലം ചൈന മുഴുവനും പട്ടിണിയിലായി. അപ്പോൾ ഈ ജാതി ജന്തുക്കൾ ഇവിടെ കൃഷി നിലനിർത്തുന്നുണ്ട്. കായ്ക്കനികൾ ഇതൊക്കെ നിലനിർത്തുന്നത് കിളികളാണ്. അപ്പോൾ അതിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്. ഒരാവശ്യമില്ലാതെ ഒരു കിളിയെ കൊല്ലാൻ പാടില്ല, ഒന്നും പാടില്ല. ഭരണാധികാരികളോട്, രാജ്യത്തോട്, എല്ലാത്തിനോടും. അപ്പോൾ ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ്മാർ കാണിച്ചു തരും സ്ഥലം, ഒരു ഏരിയ മുതൽ ഒരു ഏരിയ വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. എത്രയോ ആളുകൾ മരിച്ച അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞ എല്ലാവരും ഉസ്താദ്മാർ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനി നിങ്ങളുടെ അധ്വാനം എന്താണ്? വെള്ളത്തിലിറങ്ങാൻ, നീന്തുക, തല ശ്രദ്ധിക്കണം, തല അടിച്ച് പൊട്ടിക്കരുത്. ഹജ്ജിൻ്റെ വേളയിൽ റസൂലുള്ള ജംറ എറിയ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഹബീബ നബിയോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്? ഫഖാല അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദീൻ എന്നാൽ സൽസ്വഭാവം. പിന്നെ അയാൾ വലഭാഗത്തൂടെ വന്നു. ഫജാഅ അൻ യമീനിഹി. അപ്പോൾ അയാൾ റസൂലുള്ളാഹിന്റെ വലഭാഗത്തൂടെ വന്നു. വീണ്ടും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്? ഫജാഅ അൻ യമീനിഹി. فقال ما الدين يا رسول الله؟ فقال الدين حسن الخلق. فمشى خلف النبي المصطفى صلى الله عليه وسلم وجاء عن شماله فقال ما الدين يا رسول الله؟ قال الدين حسن الخلق. മൂന്ന് വട്ടം ഹബീബ നബി എന്ത് പറഞ്ഞു? ദീൻ എന്നാൽ സൽസ്വഭാവം. ഓക്കെ. എല്ലാവരും നീന്തിയോ? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്. കുറേ വിശാലം ദൂരത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇടക്കിടക്ക് ഒരു വൺഡേ ഇതുപോലത്തെ ഒരു പരിപാടി നടത്തി, ഒരു വ്യാഴാഴ്ച 2 മാസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു വ്യാഴാഴ്ച വേറെ എവിടേക്കെങ്കിലും പോവുക, നാച്ചുറലായൊരു സ്ഥലത്തേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ മനസ്സൊക്കെ ഒന്ന് സന്തോഷിക്കുക. എല്ലാവരും ഉഷാറായി പഠിക്കുക. പഠിക്കുന്നതിൽ ഒരു എക്സ്ക്യൂസ് ഉണ്ടാകരുത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കന്നെ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങൾ പഠിക്കാനാണ്. നമ്മളെ ദാറുൽ ഖുർആൻ കുടുംബത്തിലെ ഒരു ഗുണകാംക്ഷിയായ ഒരു സഹോദരൻ, നമ്മളെല്ലാ കാര്യങ്ങൾക്കും വളരെ സഹായിക്കാറുള്ള, എല്ലാ ദിവസവും അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മളെ ദാറുൽ ഖുർആൻ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഹർദീൻ എല്ലാ ദിവസവും ഒരു പൈസ നീക്കി വെക്കുന്ന ഒരു ഗുണകാംക്ഷിയായ നല്ലൊരു സഹോദരൻ ഇന്നത്തെ നമ്മുടെ ചെലവിലേക്ക് 10,000 രൂപ ദാനം ചെയ്തിട്ടുണ്ട്.
അള്ളാഹു അദ്ദേഹത്തിന് സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വീകരിക്കട്ടെ. എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പാക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മ രോഗിയാണ്, അള്ളാഹു തആല ഉമ്മാക്ക് ശിഫ നൽകട്ടെ. ഉമ്മ രോഗിയാണ്, രോഗിയായ ഉമ്മാക്ക് അള്ളാഹു തആല ശിഫ നൽകട്ടെ. രോഗിയായ ഉമ്മാക്ക് അള്ളാഹു തആല ശിഫ നൽകട്ടെ. രോഗിയായ ഉമ്മാക്ക് അള്ളാഹു തആല ശിഫ നൽകട്ടെ. അവൻ്റെ സഹോദരൻ എവിടെയാണെന്ന് അറിയൂല, കൊല്ലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ് ഒരു സഹോദരൻ. അത് നല്ല നിലക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഹൈറായ വാർത്ത കിട്ടി. ആ നല്ല നിലക്ക് ആ ആൾ തിരിച്ചു വരാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ജ്യേഷ്ഠനാണ്. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് റാഹത്തായി തിരിച്ചു വരാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തആല നീക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങൾ, ഗൾഫിലൊക്കെയുള്ള കച്ചവടത്തിൽ അള്ളാഹു തആല വലിയ അഭിവൃദ്ധി കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാ ഖൈറിൻ്റെ വാതിൽ അള്ളാഹു തആല അദ്ദേഹത്തിന് തുറന്നു കൊടുക്കട്ടെ. എന്ത് പറഞ്ഞാലും ദാറുൽ ഖുർആൻ സഹായിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെ ഇന്നലെ പറഞ്ഞു, വൈകുന്നേരം ഞാൻ വിളിച്ചത്, വലിയ ചിലവ് വരും എന്നെനിക്കറിയാം. അപ്പോൾ പിന്നെ അത് ദാറുൽ ഖുർആൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ട, ഏതെങ്കിലും ഗുണകാംക്ഷികളായ ആളുകൾ അതിന് സഹായിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അയാൾ ഇന്നത്തെ മറ്റുള്ള ചിലവുകളിലേക്ക്, ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു, നമ്മൾ പിന്നെ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കിട്ടി, പല കാര്യങ്ങളും ബ്രെഡ് വാങ്ങി, പല 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 കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ വകയാണ് 10,000 രൂപ. പറഞ്ഞ ഉടനെ തന്നെ ഞാൻ 10,000 രൂപ മതിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എമ്പാടും മതി, ഞാൻ അത്രയോ പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. അപ്പം അങ്ങനത്തെ ഒരുപാട് ഗുണകാംക്ഷികളായ ആളുകൾ നമ്മൾ ദാറുൽ ഖുർആൻ്റെ പ്രവർത്തകന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ ഖത്ം ഓതി ദുആ ചെയ്യുമ്പോൾ അവരെയും ഉൾപ്പെടുത്തണം. കാരണം അത്തരം മനുഷ്യന്മാരാണ് ഈ കേരളത്തിൽ കിടക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം പോറ്റുന്നത് അവരാണ്. അത് പട്ടിക്കാട് ജാമിയ നൂരിയാണെങ്കിലും വേണ്ടില്ല, ബഹുമാനപ്പെട്ട നന്ദി അറബി കോളേജായാലും വേണ്ടില്ല, ബഹുമാനപ്പെട്ട ചെമ്മാട് ദാറുദയാണെങ്കിൽ വേണ്ടില്ല, വളാഞ്ചേരി വാഫി ക്യാമ്പസ് ആയാലും വേണ്ടില്ല. നമ്മളെ ഈ സുന്നത്യമായത്തിൻ്റെ ബഹുമാനപ്പെട്ട അവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനങ്ങളെല്ലാം പോറ്റി വളർത്തുന്നത് സാധുക്കളായ മനുഷ്യന്മാരാണ്. അവരുടെ ഒരു വിഷയം എന്തെന്നാൽ അവരോ പഠിച്ചില്ല, എന്നാൽ അവരെ മക്കൾ, അവരെ നാട്ടുകാരായ മക്കളെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിച്ച നിസ്വാർത്ഥരായ നിഷ്കാമ കർമ്മികളാണ്, നിസ്വാർത്ഥ സേവകന്മാരാണ്. അല്ലാഹു തആല എല്ലാ റഹ്മത്തിൻ്റെ വാതിലും. അപ്പോൾ അവരെ കൂടെയൊക്കെ നമുക്ക് കടമ, എന്താ അവരെ കടമ? അള്ളാഹിൻ്റെ ദീനിൻ്റെ പാറാവുകാരായി നമ്മൾ നിലനിൽക്കണം. ദീനിന് ഒരു ഒല്ലയിലും സംഭവിക്കാൻ പാടില്ല. ദീനിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇനി വളർന്നു വരുന്ന 2 വിഭാഗം ആളുകളാണ്. ഒന്ന് നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ. ഒന്ന് ദീനിൻ്റെ മുൻഗാമികളായ സുലഹാക്കളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക പുതിയ വിഭാഗക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അസ്ഹാബുൻ നബിയിൽ മുസ്തഫ പുണ്യ റസൂൽ സല്ലല്ലാഹു, നമ്മൾ നാളിതുവരെ കാണാത്ത വിഭാഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട വിഭാഗമാണ് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന തമ്മാടികൾ. ഒരു തമ്മാടികൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവർ അവർ തമ്മാടികൾ തന്നെയാണ്. ആരാക്ഷേപിച്ചാലും അവർ തമ്മാടികളാണ്. അവരാക്ഷേപിച്ചത് മുസ്തഫ നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനത്തെ മോശപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പല അധികാരം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവൻ റസൂലുള്ളാഹിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ മുനാഫിഖല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്വഹാബികളാണ്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു, അവരുടെ പെങ്ങളാണ് മുസ്തഫ നബിൻ്റെ ഭാര്യ. നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ റംല ബീവി, അവരുടെ മറ്റൊരു നാമമാണ് എന്ത്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവർ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിൻ്റെ അളിയനാണ് ആര്? സയ്യിദ് കൂട്ടാതെ പറയരുത്, വലിയ മഹാനാണ് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു. മരണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്പം നഖമുണ്ടായിരുന്നു. നഖം, ആ നഖം തൻ്റെ ചുണ്ടിലും തൻ്റെ ചെവിയിലും തൻ്റെ കണ്ണിലും. എന്തിൽപ്പെട്ട നഖം? മിൻ ജസദിൻ നബിയിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം മുറിച്ച് അത് സ്വഹാബികൾ ചില ആളുകൾക്ക് കിട്ടി. അതിൽപ്പെട്ട ചില നഖങ്ങൾ ആർക്ക് കിട്ടി? മുആവിയ റളിയല്ലാഹുവിന് കിട്ടി. മുആവിയ റളിയല്ലാഹു തൻ്റെ ചുണ്ടിൽ, തൻ്റെ കണ്ണിൽ, തൻ്റെ ചെവിയിലൊക്കെ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചിട്ട് കഫൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നഖങ്ങൾ എൻ്റെ ചുണ്ടിലും എൻ്റെ ചെവിയിലും എൻ്റെ കണ്ണിലും വെക്കാതെ എൻ്റെ കഫൻ പൂർത്തിയാക്കിയത്. അങ്ങനെയാണ് കഫൻ ചെയ്തത്. ആരെ?
സയ്യിദുനാ മുആവിയ അവരും മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതിന് നമ്മക്കെന്താണ്? അതൊക്കെ പൊളിറ്റിക്കൽ തർക്കങ്ങൾ മാത്രമാണ്. അവരൊക്കെ തമ്മിൽ ദീനിൽ യാതൊരു തർക്കമല്ല. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? ഒരു കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ ബാഫക്ക് തങ്ങളൊക്കെ തർക്കം ഉണ്ടായിട്ടില്ലേ? അവരൊക്കെ രണ്ടും നമ്മളെ നേതാക്കന്മാരല്ലേ? അപ്പോൾ എത്രയും മനസ്സിലാക്കിയാൽ മതി. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എതിരായിരുന്നു അതൊക്കെ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളാണ്, അല്ലാതെ എന്തല്ല. ദീനിയായ ഒരു അഭിപ്രായ വ്യത്യാസവും അലിയായ തങ്ങളും റളിയല്ലാഹു അൻഹു മുആവിയ തങ്ങളും തമ്മിൽ ഇല്ലേൽ അവരൊക്കെ അഹ്ലു സുന്നയുടെ മഹാന്മാരായ ഉപാര്യങ്ങളായ നേതാക്കന്മാരാണ്. അവരാര് ആക്ഷേപിച്ചാലും അവർ ഹക്കായ ദീനിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അവർക്കൊക്കെ ഉരുളക്കുപ്പേരി മറുപടി പറയാനും നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ തയ്യാറാകണം. ഇനി പുതിയ പുതിയ ഇനിയൊക്കെ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൗരവമായി പഠിക്കണം. ഒരു വിഷയം രംഗത്ത് വന്നാൽ വേഗം എന്ത് ചെയ്യണം? കുത്തുബഖാന കൊല്ലം വീണ്ടും കുത്തുബഖാന വിപുലമാക്കണമെന്നൊരു നിയ്യത്ത് എനിക്കുണ്ട്. ഇൻഷാ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പ്രധാനപ്പെട്ട കിതാബുകൾ ആവശ്യമുള്ളത് 8ാം ക്ലാസ്സുകാരും ഉസ്താദുമാരും ഒക്കെ എഴുതിത്തരണം. പ്രധാനപ്പെട്ട കിതാബുകൾ എഴുതിത്തന്നാൽ ഇൻഷാ അള്ളാഹ് ആ കിതാബുകൾ നമ്മൾ ലൈബ്രറിയിലേക്ക് എടുക്കും. ഇൻഷാ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം നമ്മളെ ലൈബ്രറി ഇൻഷാ അള്ളാഹ് ഒന്ന് വിപുലാക്കണം. ഒരു 5 ലക്ഷം റുപ്യേൻ്റെ കിതാബെങ്കിലും ഇക്കൊല്ലം നമുക്ക് വാങ്ങണം. ഇൻഷാ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഒഴിവുള്ള സമയത്ത് ഇരുന്ന് പഠിക്കന്നെ. അതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ. അതൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഒരാവശ്യമില്ലാത്തൊരു കാര്യം അതിൽ കാണരുത്. അള്ളാഹിൻ്റെ ദീന് സെർച്ച് ചെയ്യാനല്ലാത്തൊരു കാര്യവും കാണരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും റാഹത്തായി നല്ലവരായി നല്ല വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ നിങ്ങളെ മനസ്സിനും ആരോഗ്യത്തിനും ഗുണമുള്ള എല്ലാ കാര്യത്തിനും ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോൾ നമ്മൾ വലിയൊരു ഗുണം ഇന്നുണ്ടായി. ഒരു വേസ്റ്റ് നമ്മൾ എവിടെയും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു വേസ്റ്റ് എവിടെയും വേസ്റ്റ് ഇടരുത്. ആ വേസ്റ്റ് ഇന്ന് മനുഷ്യൻ രാശിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്. എന്ത് വേസ്റ്റ് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അള്ളാഹ്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മളൊരു ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട യാസീനും തങ്ങളും ഹബീബ റസൂലുള്ളാഹിനെ പറ്റി ഒരു മദ്ഹ് ഗാനം ആലപിക്കും. മീമോട് തുടങ്ങും മദീന മശ്ഹൂർ ബലദുൽ അമീന മിസ്കിൻ്റെ മംബഅ സ്ഥാന മിസ്ബാഹ് നൂർ നബീന. മീമോട് തുടങ്ങും മദീന മശ്ഹൂർ ബലദുൽ അമീന മിസ്കിൻ്റെ മംബഅ സ്ഥാന മിസ്ബാഹ് നൂർ നബീന. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. منم قبة الخضراء محبوب مزارا. منم قبة الخضراء محبوب مزارا. കാണാൻ മുനവ്വറ കരയുന്നൊരു ഫഖീറ. കാണാൻ മുനവ്വറ കരയുന്നൊരു ഫഖീറ. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. പാറും പറവകളിതിലെ വരൂ പറക്കാൻ ജനാഹ് തരൂ. പാറും പറവകളിതിലെ വരൂ പറക്കാൻ ജനാഹ് തരൂ. ബേജാർ പറയാനാ
ബഖീഇലടങ്ങാനാ ബേജാറ് പറയാനാ ബഖീഇലടങ്ങാനാ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي. നല്ല ഉഷാറായി പാട്ട് പഠിക്കണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മദ്ഹാണ്. അതിനൊക്കെ വലിയ വിലയുണ്ട്. ഒരു 10 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് 3 മിനിറ്റ് അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പാട്ട് പാടുക, പാട്ട് കേൾക്കുക. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ ബഗ്ദാദിലെ ഏറ്റവും വലിയ സ്വരമാധുര്യമുള്ള പാട്ടുകാരെ വിളിച്ചിട്ട് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്ഖിൻ്റെ മദ്ഹിൻ്റെ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. അത്രയും വലിയ ആശിഖായിരുന്നു മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു. അതിനിടയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഒരു കുന്തം ഉയർത്തിപ്പിടിച്ചു നിന്നു എന്നാണ് ചരിത്രം. പിന്നീട് ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കുന്തം ഉയർത്തിപ്പിടിച്ചു നിന്നത്? കുന്തം ഒരു ഭൂമിയിൽ കുത്തിപ്പിടിച്ചു നിന്നു. അപ്പോൾ പറഞ്ഞു, ഖാജ ഇഷ്കിൽ മതിമറന്നപ്പോൾ അതിനനുസരിച്ച് പ്രകൃതി വസ്തുക്കൾ ഒന്നടങ്കം അട്ടിമറിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പറഞ്ഞു. ആരെക്കുറിച്ച്? ഖാജയെക്കുറിച്ച്. അത്രയും വലിയ ആശിഖുർ റസൂലാണ് ആര്? ഖാജ. എല്ലാ ഔലിയാക്കളും ആശിഖുർ റസൂലാണ്. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂലാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി ആശിഖുർ റസൂലാണ്. ബഹുമാനപ്പെട്ട എല്ലാ ഔലിയാക്കളും ആശിഖുർ റസൂലാണ്. ആശിഖുർ റസൂൽ അല്ലാത്ത ഒരു വലിയും ലോകത്തുണ്ട്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين يا أرحم الراحمين യാ റഹ്മർ റാഹിമീൻ യാ റഹ്മർ റാഹിമീൻ. ഞങ്ങളൊപ്പാക്കും മാക്കൊക്കെ എല്ലാവർക്കും എല്ലാ റഹ്മത്തിൻ്റെ വാതിലും തുറന്നു കൊടുക്കണമേ റബ്ബേ. മരിച്ചവർക്ക് പ്രത്യേക മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാ റഹ്മത്തും ചെയ്യണമേ റബ്ബേ. ദാറുൽ ഖുർആൻ വലിയ പുരോഗതി തരണമേ റബ്ബേ. ഇതിനോട് സഹകരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദുമാരെല്ലാവർക്കും പ്രത്യേകമായ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. എല്ലാവരെയും മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നല്ല അമീഖായ വിജ്ഞാനം, ഇൽമ്, ഹിക്മത്ത് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അറ്റമില്ലാത്ത ഹിക്മത്തുള്ള ഇൽമ കൊണ്ട് അവരെ ഖൽബ് നിറച്ചു കൊടുക്കണമേ റബ്ബേ. അവരെ റൂഹിനെ പ്രകാശിപ്പിക്കണമേ റബ്ബേ. ദാറുൽ ഖുർആനെ സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണമേ റബ്ബേ. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والصحابة وسلم. صل على جميع الأنبياء والمرسلين والحمد لله.